ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2006 പുറത്തിറങ്ങിയ ദിലീപ് ഏട്ടൻ്റെ അപരാധ ആക്ഷൻ പടമായ ഡോൺ ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ട്യൂഷൻ ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങാൻ പോകുന്ന ലാഭത്തോടെയാണ് ഈ ഊളപ്പടത്തിൽ ജയിലിൽ കിടക്കുന്ന കൊലക്കേസ് പ്രതിയായ ദിലീപ് 4-5 പ്രാവശ്യം ജയിലിൽ ചാടി ആൾക്കാരെ കൊന്നിട്ട് തിരിച്ച് ജയിലിൽ തന്നെ വന്ന് കിടക്കുന്നത്. ജയിലിൽ ചാടും തിരിച്ചു കയറും, ജയിലിൽ ചാടും തിരിച്ചു കയറും. സെൻട്രൽ ജയില് എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. എന്ന് വെച്ചാൽ ഗോവിന്ദചാമിയെ പോലത്തെ പീഡന കേസിലെ പ്രതി ജയിൽ ചാടുന്നു, വീണ്ടും റേപ്പ് ചെയ്യുന്നു, തിരിച്ച് അനുസരണയുള്ള കുട്ടിയെ പോലെ ജയിലിൽ തന്നെ തിരിച്ചു വന്ന് കിടക്കുന്നു. അപ്പോൾ ഇതൊക്കെ പടമായിട്ട് പണി വെച്ചവനൊക്കെ സമ്മതിക്കണം. അപ്പോൾ ഈ അപരാധ പടം എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മളെ പേട്ടൻ ഷാജി കൈലാസിനോട് പോയി ചോദിക്കും, കുറേ കാലമായിട്ട് കോമഡി പടങ്ങളൊക്കെ ചെയ്ത് ഞാൻ നടക്കുകയാണ്, ഈ കോമഡി ഇമേജൊക്കെ ഒന്ന് മാറ്റണം, ആകെ ഒരു റൺവേ പടം മാത്രമേ ഉള്ളൂ, എനിക്കും ലാലേട്ടനെ പോലെ കോമഡിയിൽ നിന്ന് ആക്ഷൻ ഹീറോ പട്ടത്തിലേക്ക് പോകണം, എനിക്ക് നരസിംഹം പോലത്തെ കിടില ആക്ഷൻ പടം സെറ്റ് ചെയ്ത് തരുമെന്ന്. അപ്പം നമ്മളെ ഷാജി കൈലാസ് എണ്ണം പറഞ്ഞ് എന്തിന് നരസിംഹം പോലത്തെ ഒന്ന് അത് തന്നെ അടിച്ചു തരത്തില്ലേ. അതേ കേസ് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോയി കിടക്കേണ്ടി വരുന്ന നരസിംഹ മുതൽ ലാലേട്ടന്റെ ഫ്ലാഷ് ബാക്കിലെ കഥയും എന്നിട്ട് ലാലേട്ടൻ എല്ലാവരും തിരിച്ച് റിവെഞ്ച് ചെയ്യുന്ന ക്യാരക്ടറും ഇത് തന്നെയാണ് ഡോൺ എന്ന 2006 ഇറങ്ങിയ അപരാധ പടത്തിന്റെയും കഥ. ഇത് കേട്ടത് നമ്മളെ പേട്ടൻ നരസിംഹവും ആറാന്തപുരാനും ഒരു 100 പ്രാവശ്യം കണ്ടുകൊണ്ട് ലാലേട്ട ആവാന്ന് വെച്ചങ്ങ് ഇറങ്ങി. ലാലേട്ടനെ പോലെ മുണ്ട് കൊടുത്ത് ഷർട്ട് വിട്ട് മീശയും പിരിച്ച് ലുക്കും മാരൻസും വരെ കോപ്പി അടിച്ച്. പക്ഷെ അഭിനയിച്ച് വന്നപ്പോൾ ഈ പടത്തിലെ വില്ലന്റെ ലുക്കായിട്ടാണ് നമുക്ക് തോന്നിയത്. അവര് ആന്ധ്രാളെ പെരിയ ആള്, டானுக்கெல்லாம் டான் 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 அப்படின்னா நமக்கு தண்டனை காட்டாங்க. അപ്പൊ തുടങ്ങാം അല്ലേ? അപ്പോൾ ഈ പടത്തിൽ ഫസ്റ്റിലെ തന്നെ ദിലീപിന്റെ കുട്ടിക്കാലമാണ് കാണിക്കുന്നത്. രാത്രി ദിലീപ് കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു വില്ലൻ വന്ന് ദിലീപിന്റെ അമ്മയും അച്ഛനെയും വെടിവെച്ച് കൊല്ലും. അപ്പോൾ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന കൊച്ചു ദിലീപ് ചാടി എണീറ്റ് ആരുടെ രാത്രി പടക്കം പൊട്ടിച്ച് കളിക്കുന്നതെന്ന് പറഞ്ഞ് നോക്കും, ഇന്ന് ദീപാവലിയാണോ? അപ്പം നമ്മൾ ദിലീപ് പോയി നോക്കുമ്പോൾ ഒരു പെടലി വിളിക്കുക ഒരു തോക്കും കൊണ്ട് നിൽക്കണം. ഈ പെടലി ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ആ ഇപ്പൊ ഓർമ്മ വന്ന്, ഇങ്ങനെ എന്തോന്നു സിദ്ധാർത്ഥ പടത്തിലെ മമ്മൂട്ടിക്ക് പഠിക്കുന്നത്. എന്നിട്ട് നമ്മൾ കൊച്ചു ദിലീപ് അവിടെ നിന്ന് വില്ലന്റെ തോക്കും എടുത്തിട്ട് വില്ലനെയും പറ്റിച്ച് വലിയും. എന്നിട്ട് അടുത്ത ദിവസം ഒരു ചായക്കടയിൽ വീട്ടുകാർ ചായ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഫേസ് എന്ന് എഴുതി കാണിക്കും. പിന്നെ അന്ന് തന്നെ കൊച്ചു ദിലീപ് വില്ലനെ വെടിവെച്ച് കൊന്നിട്ട് ജുവനൈൽ ഹോമിൽ പോയി കിടക്കും. അപ്പോൾ സെക്കൻഡ് ഫേസ് എന്ന് എഴുതി കാണിക്കും. ആദ്യമേ ഡെസ്റ്റിനേഷൻ അൺലിമിറ്റഡ് എന്ന് എഴുതി കാണിച്ച്, പിന്നെ സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ്. ഇതൊക്കെ എന്തൊരു തേങ്ങയാണോ ഷാജി കൈലാസ് എണ്ണം പണി വെച്ചേക്കുന്നത് എന്ന് എനിക്ക് പടം കഴിയുന്നവരെ മനസ്സിലായിട്ടില്ല. ഫോർത്ത് ഫേസും ഫിഫ്ത്ത് ഫേസും ഒന്നും ഇല്ലേ? ഷാജി കൈലാസ് എണ്ണം മറന്നുപോയി കാണും, പക്ഷെ ഇത് കണ്ട ജനങ്ങൾ മറന്നിട്ടില്ല. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. അങ്ങനെ ദിലീപ് വലുതായി കൊച്ചുങ്ങളുടെ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങും. അപ്പോഴാണ് ആ നാട്ടിലെ നമ്പർ 1 ഡോണും നാട്ടുകാരുടെ ഗോഡ്ഫാദറുമായ ലാലിന്റെ കഥ. ലാലിന്റെ ബോഡി ഗാർഡ്സ് ആണ് ഭീമൻ രഘുവും ബാബുരാജും. ഇതിലെ ലാലിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എപ്പം വേണോ ശത്രുക്കൾ പടമാക്കാൻ സാധ്യതയുള്ള രീതിയിലാണ് ലാലിന്റെ പോക്ക്. അവിടുത്തെ നാട്ടുകാർ കംപ്ലയിൻസുമായിട്ട് വരുമ്പോൾ അവരെ സഹായിച്ച് നാട്ടിലെ വമ്പൻ ടീംസിനെ മുഴുവൻ ശത്രുതയും വള്ളിയും ധാരാളം പിടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ദിലീപ് ജോലിയും കൂലി ഇല്ലാതെ തെണ്ടിത്തിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലാലിനെ കൊല്ലാനുള്ള കൊട്ടേഷൻ ദിലീപ് കാണുന്നത്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അവിടെ ഇരിക്കുന്ന പിച്ചക്കാർ മുഴുവൻ ലാലിനെ കൊല്ലാൻ കൊട്ടേഷൻ എടുത്തിട്ട് വന്നിരിക്കുകയാണെന്ന് ദിലീപ് കാണുന്നത്. ഇതേത് പിച്ചക്കാരൻ എന്നെ പോലെ ഇരിക്കുന്നത്? അപ്പോൾ ഒരുത്തൻ വയ്യാത്ത പോലെ അഭിനയിച്ചിട്ട് സഹായിക്കാൻ വരുന്ന ലാലിനെ കൊല്ലാൻ നോക്കും. സാമാന്യ ബോധമുള്ള ആരെങ്കിലും അവനെയൊക്കെ വിശ്വസിക്കൂ? നാട്ടിലുള്ള വമ്പൻ ടീംസിനെ മുഴുവൻ ബാബുരാജിനെയും ടീംസിനെ ഇറക്കി കൊട്ടേഷൻ ഇട്ട് ഇടിച്ച് കൂട്ടിയിട്ട് ആ അടി എന്തായാലും തിരിച്ചു വരും. കോമൺ സെൻസ് ഉള്ള ആരാണെങ്കിലും ഇങ്ങനെ പറയുള്ളൂ. അപ്പം ദിലീപ് ലാലിന്റെ ജീവൻ രക്ഷിക്കും. ഒരു ഡോണിനെ, ഇത്രയും വലിയ പ്രമുഖനെ രക്ഷിക്കാൻ അവിടെ ആരുമില്ല, പേട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അടിയുടെ ഇടയിൽ ദിലീപ് ലാലിനെ രക്ഷിക്കാൻ കത്തി കൈകൊണ്ട് പിടിച്ച് കയ്യിൽ നിന്ന് ചോരയൊക്കെ പോകും. അപ്പൊ ലാലും ലാലിന്റെ കൂടെയുള്ളവരും നോക്കിക്കൊണ്ടിരിക്കും. ആഹാ എന്ത് രസം ചോര പോണ കാണാൻ. അവരത് കണ്ടങ്ങ് ആസ്വദിക്കുകയാണ്. ഒന്ന് പിടിച്ച് മാറ്റണ. ഓ നിങ്ങളായി നിങ്ങളെ പാടായി, നിങ്ങളായി നിങ്ങളുടെ പാടായി, നമ്മളീ നാട്ടുകാരനല്ലപ്പാ. അപ്പം ജീവൻ രക്ഷിച്ച ദിലീപ് ലാലിന്റെ മെയിൻ ബോഡി ഗാർഡായി മാറും. അപ്പം ലാൽ ദിലീപിനെ കണ്ടോടനെ ചോദിക്കും, എന്താ ജോലിയെന്ന്. എന്താ ജോലി അന്വേഷിക്കുന്നുണ്ട്. ആ നല്ല ജോലി. പട്ടി പോവും. എന്നിട്ട് നമ്മളെ ലാൽ ദിലീപിന്റെ അടുത്ത് പറയും, ഇവിടെ ജാതി മതം ഒന്നുമില്ല, എല്ലാ മതം ഒന്നാണെന്ന്. പ്രപഞ്ചത്തിലെ സമസ്ത സൃഷ്ടികളും ഒരേ ഒരു ദൈവത്തിൻ്റെതാണ്. മുസൽമാന്റെ വേഷം കെട്ടിയിട്ട് മുനാഫിക്കായി നടക്കണതിൽ കാര്യമില്ല. നീ ഒരു ഹിന്ദു ആണെന്നുള്ളതൊന്നും ഇവിടെ ഒരു വിഷയമല്ല എന്ന് തള്ളി മറിച്ചിട്ട് അടുത്ത സെക്കൻഡ് തന്നെ പറയും, നീ ഇനി ഹിന്ദുവായ ഉണ്ണികൃഷ്ണനല്ല സലാം എന്ന മുസ്ലിം ആണെന്ന്. പേരെന്തെന്ന് ആരെങ്കിലും ചോദിച്ചാൽ സലാം എന്ന് പറഞ്ഞാൽ മതി. സത്യം പറഞ്ഞ ഈ പേര് മാറ്റി ആൾമാറാട്ടം നടത്തുന്ന ഈ പരിപാടി ഇല്ലായിരുന്നു ഈ പടം ഇവിടെ കഴിഞ്ഞേനെ. പിന്നെ അടുത്ത ഇതിൽ ഏറ്റവും വലിയ വെറുപ്പിരെന്ന് പറഞ്ഞാൽ ലാലിന്റെ മോളായ ഗോപികയുടെ ക്യാരക്ടറാണ്. ഇതിൽ ഗോപിക പേട്ടനെ നോക്കണ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ആണിനെ കാണുന്ന പോലെയാണ്. അത് മാത്രമല്ല വെറുപ്പിരി, ഇതിൽ ഗോപിക ദിലീപ് കഴിച്ചതിന്റെ എച്ചിൽ പ്ലേറ്റിൽ നിന്ന് ബാക്കി എടുത്തു വെച്ച് ഒളിച്ചു വെച്ച് കഴിക്കുക. അങ്ങനെ കുറെ തുലിഞ്ഞ ഹോബീസ് ആണ് ഇതിൽ ഗോപികയ്ക്ക്. ഏതാച്ചും തിങ്ങൻ ആസപ്പെട്ടേനാ കാശ കൊടുത്ത് ഒരു വടയെ വാങ്ങി തിന്ന്, പസിച്ച പന്ന വാങ്ങി തിന്ന്, ആമ്പളപ്പേ വായ്ക്കുള്ളവർക്ക് എച്ചിയെ പൊടി തിങ്ങിരിയേ. എന്തോന്നല്ല ഈ പെണ്ണ് എന്തോന്ന് ആണുങ്ങളെ കണ്ടിട്ടില്ലേ? എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ലേ?
ഇന്ന് രണ്ടിലൊന്ന് തീരുമാനം. എവിടെ എന്റെ നന്ദ? ഇത്രയും ഊള ഒരു നായക റോളിന് വരാനില്ല എന്ന് വെച്ചാൽ ദിലീപ് ഒരു വലിയ സംഭവമാണെന്ന് കാണിക്കണം. ഞാനൊരു വലിയ സംഭവം അല്ലേ? അങ്ങനെ ദിലീപ് ലാലിന്റെ വലം കൈയായി മാറും. അപ്പൊ ലാലിന് വരുന്ന അടിപൊളി കൊട്ടേഷൻ പരിപാടി മുഴുവൻ ദിലീപിനെയും കൂടി ഉൾപ്പെടുത്തും. ഇതിപ്പോ കിണ്ണം പടയം വെച്ചതുപോലെ ആയല്ലോടാ. അങ്ങനെ ഇരിക്കുമ്പോൾ ലാലിന്റെ ഉറ്റ സുഹൃത്തായ മണിയമ്പിള്ള രാജു ലാലിനെ ഒറ്റക്കൊണ്ട് ലാലിനെ കൊല്ലാൻ ദിലീപിന് കൊട്ടേഷൻ കൊടുക്കും. അപ്പം ദിലീപ് പറ്റൂലെന്ന് പറയും. എന്നിട്ട് ദിലീപിനെ അടിക്കാൻ ആളെയും വിടും. എന്നിട്ട് ഈ ദിലീപ് മണിയമ്പിള്ള രാജു ലാലിനെ കൊല്ലാൻ നോക്കുന്നതും വില്ലന്മാരുടെ കൂട്ടാളിയാണെന്നും ലാലിന്റെ അടുത്തും ഭീമരഘുവിന്റെ അടുത്തും ബാബുരാജിന്റെ അടുത്തും പറയൂല. പിന്നെ അനുഭവിച്ചോട്ടോ. അതെല്ലാം പോട്ട് മണിയമ്പിള്ള രാജു ചതിച്ച് ദിലീപിനെ കൊല്ലാൻ കപ്പലിൽ കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ നാട്ടുകാർ മുഴുവൻ ദിലീപിനെ രക്ഷിക്കാൻ വരും. ഈ കണ്ട ആൾക്കാരൊന്നും മണിയമ്പിള്ള രാജു ചതിച്ച കാര്യവും ഇതൊന്നും ലാലിന്റെ ടീംസിന്റെ അടുത്തൊന്നും പോയി പറഞ്ഞില്ലേ. ഇത് കണ്ടോണ്ടിരിക്കുന്നവന്മാരെ ചുമ്മാ പൊട്ടന്മാരാക്കാൻ വേണ്ടി പണി വെച്ചേക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ദിലീപിനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ വീട്ടിലെല്ലാവരും കാണും. അപ്പൊ നമ്മുടെ ദിലീപ് ലാലിന്റെ അടുത്ത് പറയും, ബാബ സൂക്ഷിക്കണം, എത്രങ്ങളാന്ന് കരുതുന്നവര് പോലും ചിലപ്പോൾ ശത്രുക്കളാവും. അപ്പൊ നമ്മളെ ഭീമന്റെ ചിന്തിക്കും, ഈ തെണ്ടി എന്തിന് എന്നെ ഇതിൽ പിടിച്ചിടുന്നത്? പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന്. ആകെ വില്ലൻ അല്ലാതെ കിട്ടുന്ന കുറച്ച് സിനിമകളാണ് ഉള്ളത്. അതിലും എന്നെ വില്ലനാക്കാൻ നോക്കുന്നു ബ്ലഡി റാസ്കൽ. അപ്പൊ നമ്മൾ ദിലീപിന്റെയും ഗോപിയുടെയും ലൈനൊക്കെ സെറ്റായി കല്യാണം കഴിക്കാൻ പോകുമ്പോഴാണ് ലാലിന്റെ മരുമോനായ ഷമ്മി തിലകം വില്ലന്മാരുമായിട്ട് ചേർന്ന് ലാലിനെ പടമാക്കുന്നത്. അപ്പൊ അത് ദിലീപിന്റെ തലയിൽ വരും. അപ്പൊ എല്ലാവരും കൂടി ദിലീപിനെ എടുത്തിട്ട് പഞ്ഞിക്കിടും. അപ്പൊ നമ്മളെ ഭീമൻ രഘു, നീ എന്നെ കള്ളനാക്കാൻ നോക്കുവല്ലടാ, നായിന്റെ മോനെ എന്ന് പറഞ്ഞിട്ട് ഇടിച്ച് കൂട്ടും. അങ്ങനെ ദിലീപ് വീണ്ടും ജയിലിലാവുകയാണ് കേസ്. നീ സെൻട്രൽ ജയിലിലേക്ക് ഒരു വാഗ്ദാനം വേണ്ട. അങ്ങനെ ഇരിക്കുമ്പോൾ ലാലിന്റെ ഡോൺ പദവിയും സ്വത്തും എല്ലാം കിട്ടി വൻ സെറ്റപ്പിൽ നിൽക്കുമ്പം മണ്ടൻ ഷമ്മി തിലകൻ ഗോപിയെടുത്ത് പറയും, ഞാനാണ് ലാലിനെ കൊന്നതെന്ന്. സത്യസന്ധനായ കള്ളൻ. അങ്ങനെ ദിലീപ് നിരപരാധിയാണെന്ന് ലാലിന്റെ വീട്ടുകാരെല്ലാവരും അറിയുന്നു. ഇനി അങ്ങോട്ട് ക്ലാസ് കട്ടടിക്കും പോലെ ദിലീപ് പേട്ടന്റെ ജയിൽ ചാട്ടമാണ്. ഒന്ന് ആലോചിക്കണം, കോടതിയിലോട്ട് പോകുന്ന 2 മണിക്കൂർ ഗ്യാപ്പിനിടയിൽ പാവപ്പെട്ട ഭീമൻ രഘുവും ബാബുരാജും ദിലീപിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കും. ദിലീപ് താണ്ട സ്ലോ മോഷനിൽ തൊപ്പിയൊക്കെ വെച്ച് വന്ന് പട്ടിഷോയും കാണിച്ചിട്ട് ഒരു കുത്തും കുത്തിയിട്ട് പോകും. ഇനി എനിക്ക് സംസാരിക്കാൻ താല്പര്യം. ഒരു കുത്തും കുത്തിയിട്ട് പോകാനാണെങ്കിൽ ഭീമൻ രഘുവിനും ബാബുരാജനും അങ്ങ് ചെയ്താൽ പോരുന്നത്. ഈ ദിലീപിനെ കഷ്ടപ്പെട്ട് ജയിലിൽ ചാടിപ്പിച്ച് ഈ റിസ്ക് മുഴുവൻ എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? റിസ്ക് എടുക്കല എനിക്ക് റസ്ക് സാപ്പിടുற മാതിരി. എൻ്റെ ഒരു തൊപ്പിയും വെച്ചിട്ട് ദിലീപിന്റെ ഒരു നോട്ടമുണ്ട്. എന്തോന്നരേ ഇത്? ഇതൊക്കെ പണ്ടത്തെ കാലത്തെ പ്രേം നസീറിന്റെ കാലത്തെ സ്റ്റൈലാണെന്ന് ആരെങ്കിലും അവരുടെ പറഞ്ഞു കൊടുക്കടേ. പണ്ടൊക്കെ നീ ഇത് കാണിച്ച് കുറെ നാട്ടുകാരെ പറ്റിച്ചു, ഇനിയേ നടക്കൂല. അടുത്തത് ഷമ്മി തിലകനെ കൊല്ലാനുള്ള ജയിൽ ചാട്ടമാണ്. ദിലീപ് ജയിലിലെ കാറ്റൽ ഫാമിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കൊണ്ടുവരുന്ന വണ്ടി കൂടെയാണ് എസ്കേപ്പ് ആവുന്നത്. എന്റെ പൊന്നു, അവിടെ നിൽക്കുന്ന പോലീസുകാരൊക്കെ കണ്ണുവട്ടന്മാരില്ലേ ഇതൊക്കെ നടക്കാൻ. എന്നിട്ട് ഈ ഭീമൻ രഘുവും ബാബുരാജന്റെ ടീംസും കഷ്ടപ്പെട്ട് ഷമ്മി തിലകന്റെ ഗുണ്ടകളെ മുഴുവൻ അടിച്ചു വെക്കും. അപ്പൊ ഈ ദിലീപ് പേട്ടൻ ഒരു ടാങ്കർ ലോറിക്കകത്ത് കയറിയിരിക്കും. എന്നിട്ട് അവർ കഷ്ടപ്പെട്ട് സ്റ്റണ്ടൊക്കെ ചെയ്ത് അടിയൊക്കെ കഴിഞ്ഞിട്ട് ദിലീപ് വന്നിട്ട് കുറെ നേരം സ്ലോ മോഷനിലൊക്കെ നടന്നു അവാർഡും കളിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് 2 കുത്തും കുത്തിയിട്ട് ഡോൺ ഡോൺ എന്ന പാട്ട് ഇട്ടിട്ട് സ്ലോ മോഷനിൽ നടന്നു പോകും. എന്റെ ദൈവമേ, എന്തൊരു ചിറ്റണത്! പണിയൊക്കെ എനിക്ക് തീറ്റവനും. ജയിലിൽ ഡ്രസ്സൊക്കെ മാറ്റി കിടന്ന ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട് തലയിൽ ജെല്ലൊക്കെ തേച്ച് ഷോയും കാണിച്ചിട്ട് ഒരു പണിയും ചെയ്യാതെ ടാങ്കർ ലോറിക്കകത്ത് കയറി ഇരുന്നിട്ട് ഡോൺ ആണെന്ന് തേങ്ങയാണ്. എന്നിട്ട് ലാസ്റ്റ് സായികുമാറിനെ കൊല്ലുമ്പോൾ ജയിൽ ചാടിയ ദിലീപിന്റെ വണ്ടി പോലീസിന്റെ മുമ്പിൽ കൂടെ പോകും. എന്നിട്ട് പോലും പോലീസ് ചേസ് ചെയ്ത് പിടിക്കൂല. എന്നിട്ട് ലാസ്റ്റ് വീണ്ടും ജയിൽ ചാടി മണിയമ്പിള്ള രാജുവിനെയും കൊന്നതിന് ശേഷമാണ് പോലീസ് ദിലീപിനെ ചേസ് ചെയ്യുന്നത്. ഈ പേട്ടന്റെ പട്ടി ഷോയും സ്ലോ മോഷന്റെ വരവും ഒടുക്കത്തെ ഡയലോഗിയും കാരണം നമ്മളെ ബാബുരാജ് എണ്ണയും പോലീസിന്റെ വെടികൊണ്ട് ചാവും. പിന്നെ നമ്മൾ ഷാജി കലാസണ്ണം വിചാരിച്ച് ചുമ്മാടം തലപോക്കിയ CID മൂസിലെ ക്ലൈമാക്സ് എന്നെ ഇരിക്കട്ടെ. CID മൂസിലെ പോലെ തന്നെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വണ്ടി നിർത്തുന്നു, പോലീസിനെ കൊല്ലുന്നു. അങ്ങനെ പോലീസുകാരുടെ മുമ്പ് വെച്ച് തന്നെ ഒരു പോലീസിനെ കൊന്നിട്ട് ദിലീപ് സ്ലോ മോഷനിൽ നടന്നു പോകും. ഇത്രയും വിശ്വസിച്ചില്ലേ? ഇനി ഇതും വിശ്വസിക്കാൻ പാടുണ്ടെങ്കിൽ പറയണം. എന്നാൽ ഈ പേട്ടൻ വടിവാളൊക്കെ എടുക്കുമ്പോൾ ഈ പുറകിൽ നിന്ന് തോക്കെടുക്കുന്നത് എങ്ങനെയാടേ? അപ്പൊ നമ്മൾ ദിലീപ് പേട്ടൻ ഡോൺ ആകുകയാണ് ഗൈസ്. എന്താടാ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ജോലിക്കൊന്നും പോകുന്നില്ലേ, ഗൾഫിലൊന്നും പോകില്ലേ എന്ന് ചോദിച്ച നാട്ടുകാരുടെ മുഖത്തടിച്ചു കൊണ്ടുള്ള പ്ലാനാണ് പേട്ടന്റെ തലയിലുണ്ടായിരുന്നത്. നീ എന്താ ചെയ്യുന്നത്? പല വാതിലുകളുണ്ട്, പക്ഷേ ഒന്നും തുറക്കണില്ല. കംപ്ലീറ്റ് ബിസിനസ്. നമ്മുടെ പിള്ളേരുടെ ബിസിനസ് ഐഡിയട്ടല്ലേ നിങ്ങൾ ഞെട്ടും. കേസ് ഏതെങ്കിലും ഒരു വലിയ ഡോണിന്റെ അസിസ്റ്റന്റായി നിൽക്കുക, ആ ഡോണിന്റെ മോളെ വളച്ചെടുക്കുക, ആ ഡോണിന്റെ ശത്രുക്കളെ ആ ഡോണിന്റെ ഗുണ്ടകളെ വെച്ച് തന്നെ കൊല്ലിക്കുക, ആ നാട്ടിലെ ഡോൺ ആകുക. മാസ്റ്റർ പ്ലാൻ. അല്ലാതെ റോക്കി ബോയെ പോലെ മുംബൈ പോയിട്ട് കൊച്ചിലിട്ട് ചവിട്ടും തൊഴിയും കൊണ്ടൊന്നും ഡോൺ ആവേണ്ട ഒരു കാര്യമില്ല. ഏതെങ്കിലും 10 പേരെ തല്ലി ഡോണായവനല്ല ഞാൻ തല്ലിയ 10 പേരും ഡോണുകളാണ്. KGF റോക്കി ബായിയുടെ ആ ഡയലോഗിലെ 5 പേരെ കൊന്ന ഡോണായ സാധനമാണ് താണ്ട ഈ സാധനം.
അങ്ങനെ ഈ പടം തീർന്നിരിക്കുകയാണ് ഗൈസ്. ഈ പടം തുടങ്ങുന്നതൊട്ട് തീരുന്നവരെ പേട്ടൻ നമുക്കൊരു മാസ് ഹീറോ ആയിട്ട് തോന്നത്തേ ഇല്ല. ഓഡിയൻസിൽ യാതൊരുവിധ ഇമ്പാക്റ്റും ഉണ്ടാക്കാനുള്ള ഒരു സ്വാഗ് ദിലീപിന് ഈ പടത്തിനില്ല. ഇതിൽ ദിലീപ് അമ്പലത്തിൽ പോയാൽ ജൂലൈ മാസം, ഇൻട്രോ ജൂലൈ മാസം, കഥ തുടങ്ങുന്നത് ജൂലൈ മാസം, കഥ തീരുന്നത് ജൂലൈ മാസം, അങ്ങനെ എന്ത് തേങ്ങയാണെങ്കിലും അത് ജൂലൈ മാസമായിരിക്കും. കുറച്ച് പടങ്ങൾ ജൂലൈ മാസം ഹിറ്റായെന്ന് വെച്ചിട്ട് ഇങ്ങനെയുണ്ടോ വെറുപ്പിക്കൽ? ഇതാണ് തിരക്കഥാകൃത്തിനേക്കാളും ഡയറക്ടറിനേക്കാളും നടന് സ്വാധീനം വന്നുള്ള പ്രശ്നം. നട്ടലുള്ള തിരക്കഥയാണ് ഒരു സിനിമയുടെ എല്ലാം, അല്ലാതെ ഭാഗ്യം നോക്കിയും ജൂലൈ മാസം നോക്കിയൊന്നും അല്ല സിനിമയെ കാണേണ്ടത്. നല്ല തിരക്കഥ നോക്കാത്ത ഒരു നടനും ആയിസില്ല. അതാണിപ്പം പേട്ടന് സിനിമയൊന്നും ഇല്ലാതായത്. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.